ഹായ് എല്ലാവർക്കും ബ്രേക്കാസ് കിച്ചൻ വേണ്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ലെഗ് പീസിൻ്റെ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ചിക്കൻ്റെ 4 പീസ് ലെഗ് പീസാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് 2 ടീസ്പൂൺ തൈര്, പിന്നെ കുറച്ച് ചെറുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്, 4 സബോള ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പില, 4 പച്ചമുളക്. അപ്പം നമുക്കിത് ചിക്കനൊക്കെ നന്നായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് കഴുകി എടുക്കാനായിട്ട്. ലെഗ് പീസൊക്കെ ഞാൻ വരഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊക്കെ നന്നായി കഴുകിയെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഉപ്പും ചെറുനാരങ്ങ നീരും പറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഗരം മസാല, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചതിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കുറച്ച് തൈര്, ആ തൈര് നമ്മൾ പകർത്തി വെച്ചിട്ടില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്യണേ. നമുക്കിതിലേക്ക് ചിക്കനൊക്കെ വെച്ചിട്ട് ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞാൻ്റെ ഒരു നീരുണ്ട്, അതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ആക്കി നമുക്ക് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ ഞാൻ മുളകൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മളുടെ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ആവശ്യമുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവറിൻ്റെ ഓയിൽ ഉണ്ടെങ്കിൽ അതും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീഡിയം ഇതിൽ വേണം ഇടാനായിട്ട്. അതെ, ചിക്കൻ ഓരോന്നോരോന്നിങ്ങനെ വറുത്തിട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായി മുറുകണ്ട, ഒരു കുറച്ച് വെന്താൽ മതി കേട്ടോ. അപ്പോൾ ചിക്കൻ ഒരു വശം മുരിഞ്ഞുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് പതുക്കേനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ച് തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. ആ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വെളിച്ചെണ്ണ, അത് ഏകദേശം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ആ ചൂടായിലേക്ക് നമുക്ക് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് യഥാക്രമം വേപ്പിൻ്റെ ഇല, പച്ചമുളകും സബോളയും ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ. സബോള നല്ല പോലെ വാടണ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. സബോളയൊക്കെ നല്ല പോലെ വാടിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കി വെക്കാം. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണത്, കളറിനും കൂടിയിട്ട് 1 ടീസ്പൂൺ ഇട്ടുണ്ട്. 1/4 ടീസ്പൂൺ മറ്റേ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി. ഇതെല്ലാം നമ്മൾ നന്നായി കൂട്ടി ഇളക്കിയതിന് ശേഷം പച്ചമണം മാറിന് വരക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിൽ ഉപ്പ് പോരെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അതിൽ നമുക്ക് ഉപ്പ് കുറവായതുകൊണ്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി നല്ല പോലെ വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, അതാണ് ഇതിന്റെ പാകട്ട. ഇതിൽ നമ്മുടെ തക്കാളി ചേർത്തത് നന്നായി വാടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഒരു 1/4 ഗ്ലാസ്
വെള്ളം ചേർത്തുകൊണ്ട് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അതൊന്ന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായി ഒന്ന് തള വരണം. എല്ലാവർക്കും തള വരണം. നന്നായി ഇതേ തള വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് നമുക്കിത് ചിക്കനൊക്കെ ഇട്ട് പറക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഈ മസാല നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് കുറേശ്ശെ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതെ, ഈ മസാലകളൊക്കെ നമുക്ക് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ഇത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. കാരണം ഈ മസാലയൊക്കെ ചിക്കന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടിയൊക്കെ ഒന്ന് തുറക്കാം കേട്ടോ. അതിലേക്ക് മസാലയൊക്കെ ചിക്കൻ്റെ കാലിലേക്ക് നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ പരിവായിട്ട് എടുക്കുമ്പോൾ നമുക്ക് മസാലയൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും ചിക്കൻ്റെ കാലിലേക്ക്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചിക്കൻ്റെ ലെഗ് പീസ് വെച്ചിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.